ഹലോ, നമ്മുടെ രണ്ടാമത്തെ പോളി ഹൗസിൽ എന്തൊക്കെ പ്ലാന്റ്സാണ് വരുന്നതെന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നലെ കാണിച്ച പോളി ഹൗസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഈ പോളി ഹൗസിൽ വരുന്ന പ്ലാന്റ്സ്. ഇതിൽ മെയിനായിട്ട് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്പ് പ്ലാന്റ്സ് വൈഡ് റേഞ്ചിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ അതിൻ്റെ മദർ പ്ലാന്റ്സ് ആണ്. ഹൗസിൽ മെയിനായിട്ട് ഫേൺസ്, ഗ്രൗണ്ട് ഓർക്കിഡ്, പിന്നെ ഓർക്കിഡ് വെറൈറ്റീസ് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഫിലോഡെൻഡ്രോ ഉണ്ട്. ഫിലോഡെൻഡ്രോത്തിന് ചെറിയ സൈസും വലിയ സൈസും മീഡിയം സൈസിലുള്ള പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റ്സുകളെല്ലാം ഒന്ന് കാണാം. ഓർക്കിഡ് വെറൈറ്റിയിൽ വരുന്ന ഫെലനോസിസ് എന്ന് പറയുന്ന ഓർക്കിഡാണിത്. ഇത് ഏകദേശം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ സൈസാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു റിച്ച് ലുക്ക് തരുന്നതാണ്, നമ്മുടെ വീടുകൾക്കൊക്കെ നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു പ്ലാന്റാണ് ഫെലനോസിസ്. ഇതിൻ്റെ തന്നെ മിനിയേച്ചർ ഉണ്ട്. ഇതാണ് ഫെലനോസിസിൻ്റെ മിനിയേച്ചർ ടൈപ്പ്. നിങ്ങൾക്ക് നേരത്തെ കണ്ട ഫ്ലവറും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനേക്കാൾ നേർ പകുതിയുള്ളൂ ഇതിൻ്റെ ഫ്ലവേഴ്സ്. ഇത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. കണ്ട 2 സ്പൈക്ക് ഉണ്ട്. പക്ഷെ മറ്റേത് നമ്മുടെ സാധാ ഫെലനോസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് കുറേ ടൈം വേണം ഒരു സ്പൈക്ക് വരാനും, പിന്നെ ആ ബഡ്സ് ഒന്ന് ഫ്ലവർ രൂപത്തിലോട്ട് വരാനും കുറച്ച് സമയം എടുക്കും. ഫ്ലവർ ആയാലും കുറേ നാളത് നിൽക്കും. പക്ഷെ മിനിയേച്ചർ ഫെലനോസിസ് അങ്ങനെയല്ല, ഫ്ലവേഴ്സ് വേഗം വരും, അതേപോലെ വേഗം തന്നെ അത് പോകുകയും ചെയ്യും. പിന്നെ ഇത് നോക്കിയാൽ കാണാം, ഈ സ്പൈക്കിൽ നിന്ന് അടുത്ത പ്ലാന്റ് വരുന്നതാണിത്. അപ്പോൾ സ്പൈക്ക് ആരും കട്ട് ചെയ്ത് കളയാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്ലാന്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. ആന്തൂറിയത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ സ്റ്റോക്കുള്ളൂ. പക്ഷേ ഒരു 5-6 കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഒരു ചോക്ലേറ്റും അല്ല ബ്രൗണും അല്ലാത്ത ഒരു പ്രത്യേകതരം കളറ്. ചോക്ലേറ്റ് ഉണ്ട്, വൈറ്റ്, ഓറഞ്ച്, റെഡ്, പർപ്പിൾ എന്ന കളേഴ്സൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടിപൊളി ബേർഡ് നെസ്റ്റ് ഫേൺ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വരാന്തയിലൊക്കെ നല്ല ബോർഡർ പ്ലാന്റ്സ് ആക്കി വെക്കാൻ പറ്റുന്ന അടിപൊളി ഫേൺസ് ആണിത്. ബ്ലൂ സ്റ്റാർ ഫേൺ ആണിത്. ഒൻസീഡിയത്തിൻ്റെ ഏകദേശം 8 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 4 കളേഴ്സേ നമ്മൾ പുറത്തോട്ടേക്ക് കൊടുക്കുന്നുള്ളൂ. ഉടനെ തന്നെ 8 കളേഴ്സ് നമ്മൾ സെയിലിന് വെക്കുന്നതായിരിക്കും. ഒൻസീഡിയം പ്ലാന്റ്സ് നമുക്ക് വൈഡ് റേഞ്ചിൽ അവൈലബിൾ ആണ്. ഒൻസീഡിയം ഓർക്കിഡ് വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണെങ്കിലും ഫെലനോസിസ് നോക്കുന്നതിനേക്കാളും സിമ്പിളാണ് ഒൻസീഡിയം വളർത്തിയെടുക്കാൻ. വളരെ ലോ മെയിൻ്റെനൻസ് ആണ്. വെള്ളം മാത്രം കൊടുത്താൽ മതി. അതും ഇതേപോലത്തെ വെള്ളം കെട്ടി നിൽക്കാത്ത ചട്ടിയിൽ വേണം ഒൻസീഡിയം വളർത്തിയെടുക്കാൻ. ഓർക്കിഡ് വെറൈറ്റിയിലെ എപ്പിഡെൻഡ്രം എന്ന പ്ലാന്റാണിത്. ഇതെല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയുന്ന ഒരു പ്ലാന്റാണ്. നല്ല അടിപൊളി ഫേൺസിൽ വരുന്ന നല്ല അടിപൊളി പ്ലാന്റാണിത്, സ്റ്റാർഗോൺ ഫേൺ. ഇത് നമുക്ക് ലോ മെയിൻ്റെനൻസിൽ വരുന്ന നല്ലൊരു ഫേൺ ഐറ്റമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. അത് തന്നെ ഇങ്ങനെ കവർ ചെയ്ത് നല്ല സൂപ്പറായിട്ട് വരും. നമ്മുടെ ഫാമിലി ഫിലോഡെൻഡ്രത്തിൻ്റെ മദർ പ്ലാന്റ്സ് ആണിത്. ഏകദേശം നിങ്ങൾ ഇവിടുന്ന് ഒരു ഫിലോഡെൻഡ്രം പ്ലാന്റ് എടുത്താൽ ഏകദേശം എത്ര വളരും എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇത് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, നിങ്ങൾക്കിത് എവിടെയാണ് വെക്കേണ്ടത്, എത്രമാത്രം വലുതാവും, എത്രമാത്രം ഭംഗി ഈ തൈക്ക് വെക്കുമെന്ന് കാണാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത്. ഞാൻ ഇന്ന് കാണിച്ച പ്ലാന്റ്സിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചുള്ളിയോടുള്ള നമ്മുടെ നേഴ്സറിയിൽ നിന്നും ഇവിടെ മീനങ്ങാടിയുള്ള നേഴ്സറിയിൽ നിന്നും നിങ്ങൾക്ക് വന്ന് പ്ലാന്റ്സ് എടുക്കാം.